സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയർന്നേക്കും. ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അഷിൻ ഡിയാഗോ വിവരങ്ങളുമായി. അഷിൻ, കഴിഞ്ഞ ദിവസവും മുന്നറിയിപ്പുണ്ടായിരുന്നു ചൂട് ഉയരും എന്ന. ഇനി 2 ദിവസം കൂടി ഈ ചൂട് ഇനിയും ഉയർന്നു നിൽക്കുമെന്ന് തന്നെയാണോ? എന്താണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്? സ്മൃതി, കേരളം അക്ഷരാർത്ഥത്തിൽ ചുട്ടുപൊള്ളുകയാണ്. കാരണം താപനില കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് വീണ്ടും വർദ്ധിക്കും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. മാത്രമല്ല, ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനം ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. കാരണം ഇനിയൊരു വേനൽക്കാലത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉഷ്ണതരംഗത്തിലുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത്. ഈ സൂര്യാഘാതം, സൂര്യതാപം അടക്കമുള്ള കാര്യങ്ങൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനം കൂടുതൽ കരുതൽ പാലിക്കണം എന്നുള്ളതാണ്. കൃത്യമായി വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. KSDMയുടെ കൃത്യമായ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ചൂടാണ് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ പലയിടങ്ങളിലും ചൂട് ഉയരാനുള്ള, താപനില ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ചൂട് കാലമായതിനാൽ കാട്ടുതീ അടക്കം പടരാനുള്ള സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മാർക്കറ്റ്, ഗോഡൌൺ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തീ പടരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം നീക്കം ചെയ്യണം എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും കൃത്യമായി വെള്ളം കുടിക്കുക. ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഡയറക്റ്റായി സൂര്യരശ്മികൾ ദേഹത്ത് പതിക്കുന്ന രീതിയിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് KSDMA അടക്കമുള്ള വകുപ്പുകൾ ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും. എന്തായാലും വരും ദിവസങ്ങളിൽ ചൂട് കൂടും, ചൂട് ഇനിയും ഉയരും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളതും. ശരി, അഷിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത്.